വർഗീയ ഭീകരതയ്ക്കെതിരെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഫെഡറൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട വടകരയിൽ സെക്യുലർ സംഗമം സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ എം മുകുന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. രാഷ്ട്രസങ്കല്പം ലോകം ഉപേക്ഷിച്ചതാണെന്നും നമ്മൾ അതിലേക്ക് മാറാൻ അനുവദിച്ചു കൊടുക്കരുതെന്നും വ്യക്തമാക്കിയായിരുന്നു കഥാകാരൻ എം മുകുന്ദൻ സംസാരിച്ചത്. ഇക്കാലത്ത് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ലോക്സഭയിൽ അനിവാര്യമാണ്. ഇന്ത്യയ്ക്ക് പുറത്തുപോലും അറിയപ്പെടുന്ന വ്യക്തിയാണ് കെ ശൈലജ ടീച്ചർ. കേരളത്തിൽ കോവിഡ് കാലത്ത് ഓക്സിജൻ കിട്ടാതെ ആരും മരണപ്പെട്ടിട്ടില്ല. എന്നാൽ ഡൽഹിയിൽ ഉൾപ്പെടെ സ്ഥിതി അതായിരുന്നില്ല. ടീച്ചറെ പോലെ ഒരാൾ ജയിച്ചില്ലെങ്കിൽ മലയാളിക്കത് നാണക്കേടായിരിക്കുമെന്നും എം മുകുന്ദൻ പറഞ്ഞു. ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള അമേരിക്കയിൽ പോയി എത്ര മനുഷ്യരാണ് മരിച്ചത്. അവർക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിച്ചു. അതാണ് ശൈലജ ടീച്ചറുടെ കഴിവെന്നുള്ളത്. അവരുടെ മാത്രമല്ല, നമ്മുടെ ആരോഗ്യമേഖല അങ്ങനെയാണ്. പക്ഷെ അവർ വന്നതിന് ശേഷം അവരതിനെ ശക്തിപ്പെടുത്തുകയും അവരതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള ശൈലജ ടീച്ചറാണ് ഇവിടെ മത്സരിക്കുന്നത് വടകര. അപ്പം അവരെ ജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, എല്ലാവരുടെയും കടമയാണ്. കാരണം ശൈലജ ടീച്ചർ ഒന്നേ ഉള്ളൂ, രണ്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ചോയ്സ് ഇല്ല. അവരെവിടെ നിൽക്കുന്നോ അവർ ജയിപ്പിക്കുക എന്നുള്ളതാണ്. വടകര ഭഗത് സിംഗ് നഗറിൽ നടന്ന പരിപാടിയിൽ KP രാമനുണ്ണി, ജാനമ്മ കുഞ്ഞുണ്ണി, യു ഹേമന്ത് കുമാർ, AK രമേശ് തുടങ്ങി സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. രാജ്യത്തെ മതാധിഷ്ഠിതമാക്കാൻ പൌരത്വ ഭേദഗതി കൊണ്ടുവന്നതടക്കം അധികാരവാഴ്ചയ്ക്കെതിരെ പ്രതിരോധമുയർത്തണമെന്നാവശ്യപ്പെട്ടാണ് സെക്യുലർ സംഗമം നടന്നത്. T സുരേഷ് ബാബുവിന്റെ ഏകപാത്ര നാടകം, ഗാനാലാപനം തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.